അപ്പൊ വേങ്ങരയുടെ വിജയത്തിന് മറ്റൊരു നാഴികക്കല്ലും കൂടി ഒന്ന് ഓപ്പൺ ആവാൻ പോവുകയാണ്. ഹായ്. അപ്പൊ എന്തൊക്കെയാണ് അതൊന്ന് നമ്മളെ വീഡിയോയിലൂടെ ഒന്ന് പറഞ്ഞ ആളുകൾക്ക് അറിയാൻ, കാരണം ഒരു നാടിന്റെ പ്രശസ്തി വാനോളം ഉയർത്തുന്ന ആളുകളാണെന്ന് നമ്മളെ കൂടെ നിൽക്കുന്നത്. അപ്പൊ പേരൊന്ന് പരിചയപ്പെടുത്തിക്കോളൂ. ഞാൻ മുസ്തഫ തോട്ടശ്ശേരി, KM ജ്വല്ലറിയുടെ MD-ആണ്. പിന്നെ ഞങ്ങളിങ്ങനെ ഒരു സംരംഭത്തിലേക്ക് ഇറങ്ങിയത്, ഞങ്ങൾക്ക് നേരത്തെ ഓൾറെഡി ഇവിടെ ഒരു ടർഫും ഉണ്ട്, ഇതിന്റെ അപ്പുറത്ത് ഒരു ടെന്നീസ് കോർട്ടും ഉണ്ട്. അപ്പൊ അത് കഴിഞ്ഞ ഒരു സ്വിമ്മിംഗ് പൂളി വേണമെന്നുള്ള ഒരു ആശയം എല്ലാവരുടെ കയ്യിൽ നിന്ന് വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിട്ട് ഒരു പദ്ധതി കൊണ്ടുവന്നതാണ്. അപ്പൊ ആൾക്കാർ പിന്നെ പ്രത്യേകം പരിചയപ്പെടുത്തണ്ടല്ലേ, വേങ്ങരക്കാർക്ക് നന്നായിട്ട് പരിചയമുള്ള ആൾ തന്നെയാണ്. എന്നാലും നമ്മളിപ്പോ ഇവിടെ ഒരു പുതിയ ഓപ്പണിംഗ് ആണല്ലോ അല്ലെ, എന്താണ് നിങ്ങൾ ഇതുകൊണ്ട് എന്തൊക്കെയാണ് ആളുകൾക്ക് ഉദ്ദേശിക്കുന്നത്? നമ്മൾ ആരോഗ്യ കാര്യത്തിൽ വേങ്ങരക്കാർ കുറെ പിന്നിലായിരുന്നു. അപ്പൊ അതെന്ത് ചെയ്തു പറഞ്ഞാൽ അത് നമ്മള് ഇവിടെ ഒരു 2-3 ടർഫുകൾ മാത്രമേ ഉള്ളൂ. നമ്മൾ ടർഫ് എന്ന് പറഞ്ഞ നാട്ടിലെല്ലാം കുഴിമന്തിയും ടർഫും, ഇപ്പൊ കുറെ കുഴിമന്തിന്റെ ഉദ്ഘാടനത്തിന് പോയിട്ടുണ്ടാവും, ടർഫിന്റെ ഉദ്ഘാടനത്തിന് പോയിട്ടുണ്ടാവും. പക്ഷെ അതിന് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ സഭാ സ്ക്വയർ വന്ന് മഡിൽ കളിക്കങ്ങൾ. പക്ഷെ അതിനെക്കാട്ടിയൊക്കെ ഒന്ന് എക്സസൈസ് ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തായാലും പറയാ, നമ്മൾ കുറച്ചും കൂടി നമുക്ക് എഫക്ട് ചെയ്യല് സ്വിമ്മിങ്. പക്ഷെ സ്വിമ്മിങ് എന്തായിരിക്കണം എന്ന് പറഞ്ഞാൽ, സ്വിമ്മിങ് അതിന്റെ ആ ശാസ്ത്രീയമായ വിഷയത്തിൽ അതിന്റെ രൂപത്തിലായിരിക്കണം, അപ്പോഴേ എഫക്ട് ചെയ്യുള്ളൂ. ഇപ്പൊ ഞങ്ങളൊക്കെ പുഴയിൽ നീന്തുന്നുണ്ട്, 1 മണിക്കൂർ നമ്മൾ ഓടുമ്പോൾ കിട്ടുന്ന എഫക്റ്റിന്റെ ഡബിൾ ആയിരിക്കും നീന്തിയാ കിട്ടുക. പക്ഷെ നീന്താൻ അതിന്റെ ശാസ്ത്രീയമായിട്ട് നീന്താണല്ലോ, അപ്പോഴല്ലേ കിട്ടുള്ളൂ. അതിന് കാരണം എല്ലാവർക്കും പുഴയിൽ വന്ന് നീന്താനെന്നുള്ള ധൈര്യം ഉണ്ടാവില്ല. പക്ഷെ അതിനാണ് ഇപ്പൊ മുസ്തഫാന്റെ നേതൃത്വത്തിൽ നമ്മൾ സനൽ ഡോക്ടർ നിൽക്കണേ, അർഫ, ഇവരൊക്കെ നേതൃത്വത്തിലാണ് ഈ ഒരു സംരംഭം ഇവിടെ വന്ന്. ഒരുപാട് ആൾക്കാർ ഇതുകൊണ്ട് അവരെ ഈ ആരോഗ്യം തിരിച്ചു കിട്ടുക. കാരണം രാവിലെ കുളിക്കാൻ വരുമ്പോഴേ അതൊരു പ്രത്യേകത തന്നെയല്ലേ. പിന്നെ അതിന്റെ ഒക്കെ പുറമെ ചെറിയ കുട്ടികൾ അവർക്ക് നീന്തൽ പഠിക്കാനുള്ള ഒരു സൗകര്യം, നമുക്ക് ചൈനീസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. എങ്ങനെയാണ് ആളുകൾക്ക് എങ്ങനെയാണ് ഇത് തുറന്നു കൊടുക്കാനും? നമ്മുടെ മെമ്പർഷിപ്പ് രീതിയിലുണ്ടാവും, മന്ത്ലി മെമ്പർഷിപ്പ്. പിന്നെ ഡെയിലി വരുന്നവർക്ക് അങ്ങനെ വന്ന് പോകും. ഫാമിലികൾക്ക് ഒരു 1 hour ഒക്കെ കംപ്ലീറ്റ് അവർക്ക് മാത്രം കൊടുക്കും, ഫാമിലി ആയിട്ട് മാത്രം കൊടുക്കും. ലേഡീസിന് മാത്രമായിട്ട് സെഷൻ ഉണ്ട്, ആ സമയത്ത് ജെന്റ്സ്. അപ്പൊ അത് വേങ്ങരയുള്ള ലേഡീസിന് ഇവരെ ചെയ്യണ വേറെ സാധനം കൂടി ഇങ്ങനെ അറിയണം. ഇതിന്റെ വ്യൂ കണ്ടില്ല ഞങ്ങള്, ഭയങ്കര വ്യൂ അല്ലേ. ഇവിടെ നമുക്കൊരു പാർട്ടി കൂടി നടത്താം. അതാണ് സൗകര്യം ഉണ്ടോ? ബർത്ത്ഡേ പാർട്ടി, കല്യാണ ഫോട്ടോഷൂട്ട്, 100 ആളെ പരിപാടിക്ക് നടത്താൻ ഏർപ്പാട് ചെയ്യുന്നുണ്ട്. അപ്പൊ നാട്ടുകാരെ സംബന്ധിച്ച് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇതാ ഇവരിവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ നമ്മളൊക്കെ അത് യൂസ് ചെയ്യാന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഒറ്റ കാര്യം ജസ്റ്റിനെ വന്നുകൊണ്ട് പറയാണ്, ഒറ്റ കാര്യം, ആളുകളെല്ലാരും യൂസ് ചെയ്യുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാല് എല്ലാവരും എന്ന് പറഞ്ഞാൽ ഒരുപാട് പൈസ പല രൂപത്തിൽ ചെലവാക്കുമ്പോൾ ഒരു ടെസ്റ്റ് ചെയ്യണം തന്നെ 6000-7000 രൂപ കൊടുക്കും. പക്ഷെ നമ്മൾ ആ ടെസ്റ്റ് ചെയ്ത് കാണാൻ നമ്മൾ ആരോഗ്യം ഫിറ്റ് ചെയ്യണം. പക്ഷെ 40 വയസ്സിനും എല്ലാവരും ഒരു 50 വയസ്സിന് 40 വയസ്സിന് ശേഷമാണ് സാധാരണ ഇതൊക്കെ തുടങ്ങല്, ഹെൽത്ത് നോക്കുക. അത് പോരാ. ആളുകൾ കുട്ടികളാകുമ്പോൾ തന്നെ, പ്രത്യേകിച്ച് ഞാൻ പെൺകുട്ടികളോടാണ് പറയുന്നത്, ഇത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യേണ്ട പെൺകുട്ടികളാണ്. കാരണം അവർക്ക് നടക്കാനും ഇതിനൊക്കെ അവർക്കൊരു ഗ്രൂപ്പായി വന്നു കഴിഞ്ഞാൽ ഇതിലൊക്കെ ഇതൊക്കെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്ന് പറഞ്ഞാൽ നിങ്ങളമാർക്ക് ലീനായിട്ട് നിൽക്കും. ഇതന്നെ നമ്മളെ തെളിവ്. ഏറ്റവും നല്ല രൂപത്തിൽ നിൽക്കുക പറഞ്ഞാൽ, ഞാൻ എപ്പോഴും ജസ്നാനെ കാണുന്നെന്ന് പറഞ്ഞാല് ആ ഒരു എന്താ പറയാ സുന്ദരമായ രൂപത്തില്, ഭംഗി മാത്രല്ല ആരോഗ്യം നോക്കണം. സഭാകാരെ പറ്റി എടുത്ത് പറയണേ, എത്ര 115 കിലോ ഉള്ള ആള് ഇത്രയും നല്ല ലുക്കായിട്ട് നല്ല അല്ലേ യങ്ങായിട്ട് നിൽക്കാനുള്ള കാരണം കൂടി നീന്തലാണ്. ഞങ്ങൾ 10 വർഷമായിട്ട് ഞങ്ങൾ പുഴയിൽ സ്വിം ചെയ്തോണ്ടിരിക്കുകയാണ്. ഒരു മണിക്കൂർ സ്വിം ചെയ്യും. ഇത് നീന്തലേറല്ലേ, നീന്തലേറെ ഒരു കൂട്ടായ്മ കൂടിയാണ്. എത്ര വലിയ ബിസിനസ് ആയാലും അതിന്റെ ഒറ്റ കാര്യം, ഒരു കാര്യം കൂടി നമുക്ക് സനൽ ഡോക്ടർ ഇവിടുത്തെ പണ്ടേ സഭാ സ്ക്വയർ തുടങ്ങിയ സമയത്ത് സഭ എന്ന് പറഞ്ഞ കാര്യമുണ്ട്. അതായത് വേങ്ങരത്തെ പെണ്ണുങ്ങളെ പുറത്തിറക്കി നല്ല ചീത്ത പേര് എനിക്ക് ഉണ്ടായാലും കുഴപ്പമില്ല, എനിക്ക് ഉണ്ടായാലും കുഴപ്പമില്ല, ഇത് ഞാൻ നടത്തുന്നത്. ഇപ്പൊ ഒന്ന് സഭാ സ്ക്വയറിലെ ലേഡീസ് ആണ് ഭൂരിപക്ഷം ലേഡീസ് ആണ്. അപ്പൊ ഇത് ഇപ്പൊ നമ്മളിവിടെ ചെയ്യുന്ന ലേഡീസിന് പ്രത്യേക സെഷൻ ഉണ്ട്. പിന്നെ നീന്തൽ ആർക്കും അറിയണ്ടാവില്ല. അപ്പൊ അവർക്ക് പഠിപ്പിക്കാൻ നമ്മൾ നിലവാരമുള്ള ദേശീയ നിലവാരമുള്ള കോച്ചുകൾ ഉണ്ടാവും. പിന്നെ അവർക്ക് പ്രത്യേക സമയം ഉണ്ടാവും. സ്കൂളുകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മൾ നമ്പർ കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. പിന്നെ മത്സരങ്ങൾക്ക് പരിശീലിക്കുന്ന കുട്ടികൾക്ക് കോച്ചിങ്ങിനുള്ള സൗകര്യം കൂടി ഉണ്ട്. നമുക്കൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനത്തെ ഒരു കിട്ടിയിട്ടില്ല. കാരണം നമ്മളൊക്കെ കളിക്കുന്നുണ്ടെങ്കിലും ഒരു കളിക്കാനുള്ള ഒരു സൗകര്യം നമുക്കാർക്കും ചെയ്തു. അപ്പൊ അത് അതിന്റെ ഒരു പിന്നെ സ്പാർക്കും കൂടിയാണ് ഞങ്ങളിത് കൊണ്ടുവരാനുള്ള ഒരു കാരണം. വേറെ ഭാഗത്തുള്ളവർക്ക് മാത്രമല്ല, എല്ലാവർക്കും ഫാമിലിക്കും എന്റർടൈൻമെന്റ് പ്രോഗ്രാമിനൊക്കെ പറ്റും. നമ്മൾ പഠിക്കാൻ വരുന്ന ആളുകൾക്ക് ഇപ്പൊ പ്രായഭേദം എന്നെ പഠിപ്പിച്ചു കൊടുക്കാൻ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. നിലവിൽ ഇത് ഓക്കെയാണ്, ഫാമിലിക്ക് പ്രത്യേകിച്ച്. കാരണം നമുക്ക് എനിക്ക് മനസ്സിലായത് ഇപ്പോൾ വന്നപ്പോൾ കണ്ടത്, നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് നമുക്ക് നോംസിൽ പ്രധാനമായിട്ടും പഠിപ്പിക്കുന്ന പൂളും ഉണ്ട്, കോമ്പറ്റീഷൻ ലെവൽ പൂളും ഉണ്ട്.
അപ്പോൾ ഇത് ആക്ച്വലി പഠിപ്പിക്കാൻ പറ്റിയ വളരെ ബെസ്റ്റാണ്. അപ്പോൾ ആ കുട്ടികൾക്കാണെങ്കിലും ഫാമിലിക്കാണെങ്കിലും പേടിക്കാതെ, നമുക്ക് അധിക പേരുള്ള പേടി എന്ന് വെച്ചാൽ അക്വഫോബിയ പറഞ്ഞ വെള്ളത്തെ പേടിയായിരിക്കും. ഇത് കാണുമ്പോൾ ആർക്കും അത്ര പേടി ഉണ്ടാവില്ല. നമ്മൾ പുഴയിലെ അല്ലെങ്കിൽ കുളത്തിൽ നമ്മൾ താഴ്ഭാഗം കാണില്ല, അപ്പോൾ മനസ്സിലൊരു പേടി ഉണ്ടാവും, ഞാൻ മുങ്ങി പോകുമോ എന്നുള്ള. എന്തായാലും ഇവിടുത്തെ ആളുകൾക്ക് വളരെ അടിപൊളിയായിട്ടുള്ള ഒരു പൂളാണ് ഇന്ന് ഇവിടെ ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ബി പൂൾ അല്ലേ, പേരിൽ തന്നെ അറിയപ്പെടുന്ന ബി പൂള്. അപ്പൊ ഇതൊരു വൻ വിജയമാവട്ടെ. അപ്പൊ എടുത്ത് പറയാം, 63 വയസ്സില് 7 കിലോമീറ്റർ നീന്തിയാളാണ്. 7 കിലോമീറ്റർ അല്ലേ, നോൺ സ്റ്റോപ്പ് പുഴയിലല്ലേ. അപ്പൊ നമ്മൾ പ്രത്യേക അഭിനന്ദിക്കേണ്ടതാണ്. കാരണം അവരൊക്കെ ചേർന്നിട്ടാണ് ഈ ഒരു പൂളിന്റെ പിന്നില് പ്രവർത്തിക്കുന്നത്. പൊറാട്ടാക്കി തരലുണ്ട് എല്ലാരും വരിക. കാരണം എന്താ പറയുക, നിങ്ങളെ ആരോഗ്യമാണ്. കാരണം ഇത് സാമ്പത്തികമായിട്ട് നടക്കണമെന്നതിന് ടിക്കറ്റ് വാങ്ങണം, അല്ല അതിന് പേയ്മെന്റ് വാങ്ങണം. പക്ഷെ ഇതുകൊണ്ട് കണ്ടാൽ നിങ്ങൾ ചെറിയൊരു പൈസ മുടക്കുന്നതോടുകൂടി ആയുഷ്കാലം മുഴുവൻ മര്യാദക്ക് ബാത്റൂം പോകാനും നിസ്കരിക്കാനൊക്കെ പറ്റുന്ന രൂപത്തിൽ നീന്തിയാൽ നിങ്ങളെ ആരോഗ്യം, ഇവർക്ക് പൈസ കിട്ടും ശരി തന്നെയാണ്, അതിന്റെ ഇത് നടത്തണേ അത്യാവശ്യം നല്ല ചെലവുണ്ട്. അപ്പൊ അത് നിങ്ങളും കൂടി ഉപയോഗിച്ചാൽ നിങ്ങളെ ആരോഗ്യം സൂപ്പറാക്കാം. ഇത് ഞങ്ങൾ ടൂർ ഫോർ എവർ എന്ന് പറഞ്ഞ ഞങ്ങളുടെ സംഘടന ഉണ്ട്. അത് ടൂറിന് മാത്രമായിട്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ബിസിനസ്സുകാരും സെലിബ്രിറ്റീസും എല്ലാവരും കൂടെ ഉള്ള ഒരു ടീമാണ്. നമ്മുടെ നാദിർ ഷാ, കോട്ടയം മിനിസ്റ്റർ, ഒരുപാട് പേര് ഞങ്ങളുടെ ഇതിലുണ്ട്. അങ്ങനെ ഒരുപാട് പേര് പറയുന്നുണ്ട്. ഇഷ്ടംപോലെ ഫിലിം ഇൻഡസ്ട്രി ഉണ്ട്, ബിസിനസ്സുകാരുണ്ട്, വ്യവസായികളുണ്ട്. അതിലെ ഞങ്ങളുടെ അഡ്മിനാണ് മിസ്റ്റർ ഷമീർ. വളരെ സന്തോഷമുള്ള ഒരു വേദിയിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. നമ്മുടെ പ്രിയപ്പെട്ട TFEയിലെ TK മുസ്തഫ, അതുപോലെ ഷൗക്കത്ത് ഭായ്, ഇവരുടെയൊക്കെ ഒരു വെന്യൂയാണ്, പുതിയ വെന്യൂയാണ് വി പൂൾ വേങ്ങര. അതിൻ്റെ ഇനാഗുറേഷൻ ഫംഗ്ഷനിലാണ് ഞങ്ങളിപ്പോഴുള്ളത്. അപ്പം നമ്മുടെ TFEയുടെ ഭാഗത്തുനിന്നും എന്താ പറയുക, പിന്നെ സന്തോഷമുള്ള ആശംസകൾ. ബീപൂളിന്റെ ഇനാഗ്രേഷനിൽ ഭയങ്കര മെക്സവന്റെ ടീമും ഉണ്ട്. ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയൊരു എനർജി കൂടി കിട്ടിയിരിക്കുകയാണ്. നല്ല സ്വിമ്മിംഗ് എന്ന് പറഞ്ഞാൽ ഒരു എക്സസൈസ് മാത്രമല്ല, അതൊരു സ്കില്ലും കൂടെയാണ്. ആ സ്കില്ല് ഡെവലപ്പ് ചെയ്യാൻ പറ്റിയുള്ള ഒരു ഏരിയയാണ് ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഞങ്ങൾ വളരെയധികം സന്തോഷമുണ്ട് ഈ കാര്യത്തിൽ. അപ്പൊ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് വന്നത്, നമ്മൾ ഇവിടുത്തെ ആളുകൾക്ക് ആരോഗ്യം വേണം, അപ്പോൾ പരിക്കില്ലാത്ത രീതിയിൽ ആരോഗ്യം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇതിന്റെ ഒരു സംഭവം. അപ്പൊ ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്ന വേങ്ങ സ്വിമ്മിംഗ് പൂൾ വേങ്ങ സ്വിമ്മേഴ്സ് ടീം അഭിമാനം തന്നെയാണ്. എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊള്ളുന്നു. ഇവിടെ വേങ്ങരയിൽ ആരോഗ്യ പ്രവർത്തനങ്ങൾ, ആരോഗ്യ മേഖലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് വിശേഷമായി ഗൾഫിൽ നിന്നുള്ള റിട്ടയർ ചെയ്തിട്ടുള്ള കുറേ ആളുകളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളമൊക്കെ അവരുടെ നിലവിലുള്ള ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഇവരോട് ഒരുക്കിയിട്ടുള്ളത്. ഏതായാലും ഇങ്ങനെ ഇവിടെ ഒരു വീ പൂൾ, സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയത് വളരെ സന്തോഷമാണ്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് തന്നെ നല്ല ആരോഗ്യമുള്ള ഒരു ശരീരം എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി പല എക്സസൈസുകൾ നമ്മൾ ചെയ്യാറുണ്ട്. അവർ ഇത് ഏറ്റവും നീന്തുക എന്ന് പറഞ്ഞാൽ നല്ല ഏറ്റവും ശരീരത്തിന് എല്ലാ ഭാഗങ്ങളും ഇളകുന്ന ഒരു എക്സസൈസാണ്. ഈ സ്വിമ്മിംഗ് പൂൾ വരുമ്പോൾ വളരെ സജീവമായിട്ട് ആളുകൾക്കൊക്കെ ഈ ഭാഗത്ത് വരാനും നീന്താനുള്ള ഒരു അവസരം ഉണ്ടാക്കിയത്, അതിന് മുന്നോട്ട് വന്ന അതിൻ്റെ ഭാരവാഹികളെ, അതുമായി ബന്ധപ്പെട്ട ആളുകളൊക്കെ അഭിനന്ദിക്കുകയാണ്. എല്ലാവരും ഇത് ഉപയോഗപ്പെടുത്തണം. ഒന്നും പറയാനില്ല. കാരണം ഇങ്ങനെ ഒരു സ്വിമ്മിംഗ് പൂൾ വേങ്ങരനെ സംബന്ധിച്ച് വലിയൊരു മുതൽക്കൂട്ടാണ്. കാരണം ഇവിടെയൊക്കെ ഒരുപാട് കുട്ടികൾ, വളർന്നു വരുന്ന കുട്ടികൾ, നീന്തം പഠിക്കാനും നീന്താനും ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ട്. അവർക്കൊക്കെ ഒരു